പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ 10,000 രൂപ വരെ പിഴയടക്കേണ്ടി വരും. ഇതിന് നമുക്ക് എത്ര ഫൈൻ കൊടുക്കാൻ പറ്റും? അയ്യോ കണ്ടു, രണ്ടുപേരും തുടങ്ങി. എന്തുട്ട മാഷ എങ്ങനെയൊക്കെ പറയണത്? ഇതൊക്കെ അവർക്ക് ബാധകമല്ലാന്ന് മാഷിന് അറിഞ്ഞൂടെ? ഇതൊക്കെ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാണ് മാഷേ. ഓരോന്ന് പറഞ്ഞവനെ പേടിപ്പിക്കല സാറേ. നമ്മൾ 2 വീലറിൽ പോകുമ്പോ തലീമ ചട്ടി കൗത്തിലാന്നുണ്ടെങ്കിലും 4 വീലറിൽ പോകുമ്പോ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്ക് അത്ര നീളത്തിലൊരു ഫൈൻ എഴുതി തരും. എന്നാൽ അവരെ പോലെയുള്ളവര് നിയമം തെറ്റിച്ചു പോയാലോ മാന്യമായ രീതിയിൽ വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ട് ചെറിയൊരു ഉപദേശം കൊടുത്തു വിട്ടാക്കും. അതാണ് മനുഷ്യര ഹീറോയിസം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സൗന്ദര്യം തൊലിവെളുപ്പുള്ള ഒരുത്തനാണെങ്കിൽ ഓൻ ഒറ്റ അടി അടിച്ചു കഴിഞ്ഞാൽ 100 ആൾ മറിഞ്ഞു കിട്ടി വീഴും. 5 ആൾ ആദ്യ ദിവസമല്ലേ സാർ, ക്ലാസ് എങ്ങനെയാന്നൊക്കെ ഒന്നറിഞ്ഞിരിക്കണ്ടേ, അതിനുവേണ്ടി കരുതാ. അതാണ് മാഷേ താടിയുള്ള പിന്നെ പേടിയുള്ളൂ എന്ന് പറയണില്ലേ? ഓ അത് തന്നെ. സാറിന് മന്ത്രി പി ശശിനെ വലിയ പേടിയായി. അല്ലാത്ത നമ്മളെ പോലെയുള്ളവരൊക്കെ പോകുമ്പോ നമുക്ക് പുക വന്നാലോ അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിലോ ചട്ടി തലയുമ കൗത്തില്ലെങ്കിലോ ഒക്കെ അത്ര നീളത്തിൽ അങ്ങോട്ട് ഫൈൻ എഴുതി തരും. അങ്ങനെ പറഞ്ഞു കൊടുക്കണോ? കേരളത്തിൽ ആവണോ ഈ സന്തോഷ് പണ്ഡിറ്റ് സ്റ്റൈലേ പറ്റൂ. ഓ അത് തന്നെ മാഷേ. ഞങ്ങളങ്ങോട്ട്